മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിലേറെ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. വർദ്ധിച്ച ആത്മവീര്യത്തോടെ പലപ്പോഴും പലർക്കും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കാറുണ്ട് എന്നുള്ളത് ശുഭോദർക്കമായ ഒരു വസ്തുതയാണ്. വലിയ ആകുലതകളും അസ്വസ്ഥതകളും സമ്മാനിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെയാണ് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക? പ്രശ്നങ്ങളുടെ മുമ്പിൽ തകർന്നു പോകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അനേകം പേരിന്ന് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആർത്ത് ഉല്ലസിച്ചൊഴുകുന്ന ഒരു പുഴയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് വലിയൊരു പർവ്വതമാണ്. ഇരുകരയും കവിഞ്ഞൊഴുകുന്ന പുഴ ഒരിക്കൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുമ്പോൾ ഇതാ താഴ്വാരത്ത് മറ്റൊരു പർവ്വതം തടസ്സമായി നിൽക്കുകയാണ്. യാത്ര മുടങ്ങുകയാണ്. അങ്ങ് ദൂരെ ഉയരങ്ങളിൽ നിന്ന് കളകളാരവത്തോടുകൂടെ ആർത്ത് ഉല്ലസിച്ചു വന്ന പുഴ ഏറെ ദുഃഖിതയായി തീർന്നു. പുഴയെ ഏറെ സ്നേഹിക്കുന്ന ഇളങ്കാറ്റ് അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്നെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതിന് നിന്റെ പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നിന്റെ പ്രതിസന്ധിക്ക് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. ഈ പർവ്വതത്തിനപ്പുറത്തേക്ക് നിനക്ക് ഒഴുകണമെന്നല്ലേ നിന്റെ ആഗ്രഹം? അത് ഞാൻ സാധിച്ചു തരാം. അതിന് നീ എന്നോട് സഹകരിക്കണം. ഇളങ്കാറ്റ് പുഴയോട് പറയുകയാണ്. പുഴ പറഞ്ഞു, ചങ്ങാതി, നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എനിക്ക് ഈ മുമ്പിൽ നിൽക്കുന്ന വലിയ പർവ്വതത്തിനപ്പുറത്തേക്ക് ഒഴുകിയെത്തണം. അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യത്തിനും എൻ്റെ ആഗ്രഹത്തിനും തടസ്സമായി നിൽക്കുന്ന ഈ പർവ്വതത്തെ കടന്നു പോകാൻ എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണെന്ന് പുഴ ഇളങ്കാറ്റിനോട് പറയുകയാണ്. ഇളങ്കാറ്റ് പറഞ്ഞു, ചങ്ങാതി, നീ വളരെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. ശക്തമായി സൂര്യന്റെ ചൂടേറ്റ് നീ ഒരു നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരണം. അങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി ഈ പർവ്വതത്തിനപ്പുറത്തേക്ക് കടന്നു വരണം. അതിന് ഇളങ്കാറ്റായി ഞാൻ നിന്നെ സഹായിക്കാം. പർവ്വതത്തിനപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോ നീ ഒരു മഴയായി വീണ്ടും പെയ്തിറങ്ങണം. അതിനും ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ പർവ്വതത്തെ നിനക്ക് മറികടക്കാനായിട്ട് സാധിക്കും. പർവ്വതത്തിനപ്പുറത്തേക്ക് നിന്റെ ഉല്ലാസയാത്ര നിനക്ക് ആരംഭിക്കുകയും ചെയ്യാം. പക്ഷെ അതിന് നീരാവിയായി മാറാൻ നിനക്ക് സാധിക്കണം. ആ സഹനം നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഇളങ്കാറ്റിന്റെ ആശയത്തോട് പുഴ വളരെ അനുകൂലമായി പ്രതികരിച്ചു. പുഴ ആ പകൽക്കാലത്തെ മുഴുവൻ സൂര്യപ്രകാശവും അത്യുഷ്ണവും ഏറ്റെടുത്ത് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. വിശ്വസ്ത ചങ്ങാതിയായ ഇളങ്കാറ്റ് വന്ന് ആ നീരാവിയെ പർവ്വതത്തിനപ്പുറത്തേക്ക് കടത്തി. അതിനുശേഷം ആ നീരാവി കനത്ത കാർമേഘമായി ഇളങ്കാറ്റിന്റെ സഹായത്തോടെ താഴേക്ക് മഴയായി പെയ്തിറങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു കുട്ടിക്കഥയാണ് നമ്മൾ കേട്ടത്. ഇളങ്കാറ്റും പുഴയും തമ്മിലുള്ള സ്നേഹബന്ധം ആ പുഴയുടെ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിന് മുഖാന്തിരമായിട്ട് തീരുകയാണ്. മനുഷ്യ ജീവിതത്തിൽ
ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, വിദ്വേഷങ്ങൾ, ശത്രുതാപരമായ നീക്കങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ച, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അനുദിനം നമ്മെ അലട്ടുന്നുണ്ട്. ഔദ്യോഗിക തലത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ, കുടുംബജീവിതത്തിലും ദാമ്പത്യത്തിലും നേരിടുന്ന വലിയ പാളിച്ചകളും പരാതികളും പ്രതിസന്ധികളും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നാം ഏറ്റെടുക്കുന്ന പിരിമുറുക്കങ്ങൾ, സങ്കീർണതകൾ, അസ്വസ്ഥതകൾ, അതിനെ പരിഹരിക്കാൻ, അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമ്മളിൽ ഒരു രൂപമാറ്റം അത്യന്താപേക്ഷിതമാണ്. തന്റെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന, പ്രതിബന്ധമായി നിൽക്കുന്ന പർവ്വതത്തെ മറികടക്കാൻ ആ പുഴ ഒരു നീരാവിയായി മാറിയതുപോലെ വലിയ പ്രതിസന്ധികളുടെ മധ്യേ നമുക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാൻ സാധിക്കണം. ഒരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ദൈവചിന്ത നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവചിന്തയിൽ ഉൾച്ചേർത്ത് നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. If anyone is in Christ, he is a new creation. The old has gone and the new has come. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുക. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സങ്കീർണതകളുടെയും മധ്യത്തിൽ പരിഹാരമായി യേശു നമ്മളോട് കൂടെയുണ്ട്. ആ സാന്നിധ്യത്തിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുക, ജീവിതത്തെ ശോഭപൂർണമായി മുന്നോട്ട് നയിക്കുക. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആനന്ദവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഖിലാണ്ട ദേവ സർവാംഗ സുന്ദരനെ സ്തുതിക്കുന്നു ഞാനെന്നും സർവശക്തിയാൽ. അഖിലാണ്ട ദേവ സർവാംഗ സുന്ദരനെ സ്തുതിക്കുന്നു ഞാനെന്നും സർവശക്തിയാൽ. ആദിയുമന്തവും ആൽഫയും ഓമേഗയും നീ മാത്രം പ്രഭു എന്നും ധരയിൽ. തുംഗപ്രതാപമുള്ള നിൻ തിരുമുഖം ദർശിക്കുവാൻ എന്നിൽ കൃപയരുള്ളൂ. തുംഗപ്രതാപമുള്ള നിൻ തിരുമുഖം ദർശിക്കുവാൻ എന്നിൽ